ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മംഗളവാർത്ത കാലത്തിലാണ്. മംഗളവാർത്ത 2-ാമത്തെ ആഴ്ച. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നതുപോലെ, ഈ ആരാധനക്രമ വർഷം എന്ന് പറയുന്നത് നമ്മൾ ഈശോയോടൊപ്പം നടക്കുന്ന ഒരു തീർത്ഥയാത്രയായിട്ട്, ഒരു യാത്രയായിട്ട് ആണത് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത്, നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗമെന്നോ ഒക്കെ വിളിക്കാതിന്, അതല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലെന്നോ ഒക്കെ വിളിക്കുക, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയാണ്. ആ എത്തിച്ചേരുന്ന അവസ്ഥയാണ് നമ്മൾ പള്ളി കൂദാശ കാലം എന്ന് വിളിച്ചത്. പള്ളി കൂദാശ ചെയ്യുന്ന കാലം. സാധാരണ ഒരു കെട്ടിടം കൂദാശ ചെയ്ത് ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട അവസ്ഥ. സഭ അങ്ങനെ ആയിത്തീരണം. അങ്ങനെ ആയിത്തീരുന്ന സഭ ഓരോരുത്തരുടെയും മരണശേഷം നിത്യമായ അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. നമ്മുടെ ഈ മനുഷ്യ രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ സ്വർഗരാജ്യം സ്ഥാപിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ആ സ്വർഗരാജ്യ സ്ഥാപനത്തിന് നമ്മൾ ഓരോരുത്തരും ആ സ്വർഗത്തിലെ പൗരന്മാർ ഇവിടെ ആയിത്തീരണം. ഇതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഈശോയോട് കൂടി നടക്കണം. അവിടുത്തെ കൈപിടിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് നടന്നു പോയ അതേ വഴിയിലൂടെ നമ്മൾ നടക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതാണത്. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. അവനിൽ വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും അവൻ നടന്ന വഴിയെ തന്നെ നടക്കണം. വേറെ മാർഗമൊന്നുമില്ല. അവൻ നടന്ന വഴി അറിയണമെങ്കിൽ നമ്മൾ അവനോട് കൂടി നടക്കണം, അവൻ്റെ കൈപിടിച്ച് നടക്കണം. ശാരീരികമായിട്ട് ഇന്നങ്ങനെ കൈപിടിക്കാൻ നമുക്കാരുമില്ല. കൂടെയുള്ളത് അവിടുത്തെ അരൂപിയാണ്. ആ അരൂപിയുടെ പ്രചോദനങ്ങളാണ്. അതുപോലെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, പഴയതിലും പുതിയതിലും. അതെല്ലാമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ റോഡിലൂടെ ഉള്ള മയിൽക്കുറ്റികളും സൈൻ ബോർഡുകളും എല്ലാം കാണും. ഈ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, പള്ളി കൂദാശക്കാലത്തേക്ക് നടക്കാനുള്ള വഴി. അതോടൊപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഈശോ കടന്നുപോയ വഴികളിലൂടെ എല്ലാം കടക്കണം. അവിടുത്തെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നീട് അവിടുന്ന് പരസ്യജീവിതം തുടങ്ങിയപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ വളർത്ത് പിതാവിനും അമ്മയ്ക്കുമുണ്ടായ പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മളവിടുത്തെ കൈപിടിച്ച് കടന്നു പോകുമ്പോൾ നമുക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. സഹനം എന്ന് പറയുന്നത്, സഫറിങ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ നമ്മൾ അവിടുത്തെ കൈപിടിച്ച് പോയില്ലെങ്കിൽ ചെറിയ വിഷമങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിട്ടിട്ട് പോയെന്ന് വരാം. ഇങ്ങനെ കൈപിടിച്ച് പോകുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ പോകേണ്ടത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കഴുത്തിൽ കടിച്ച് കൊണ്ടുപോവുകയാണ്. ചെറിയ വേദനയൊക്കെ ഉണ്ടാകും, പക്ഷേ ആ കുഞ്ഞ് കരയാറില്ല. കാരണം ആ കുഞ്ഞിനറിയാം അമ്മ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോഴുണ്ടാകുന്ന വേദനയൊക്കെ ഉള്ളൂ. കുഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒച്ച വെക്കാതെ അനങ്ങാതെ അവിടെ കിടന്നാൽ മതി. അതേസമയത്ത് കുരങ്ങിൻ്റെ കുട്ടികളെ നോക്കുക. കുരങ്ങിൻ്റെ തള്ളക്കുരങ്ങ് കുഞ്ഞിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആ കുഞ്ഞ് അമ്മയുടെ നെഞ്ചത്ത് അങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അമ്മ ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചാടുമ്പോഴും പിടിവിടാതെ ഈ കുഞ്ഞ് അമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ ഇങ്ങനെ ചാടുമ്പോൾ ഒരു പക്ഷേ മറ്റേ മരത്തിലേക്ക് ചാടിച്ചെന്ന് കഴിയുമ്പോൾ നെഞ്ചിടിച്ചെന്ന് വരും മറ്റേ മരത്തിൽ. പക്ഷേ അപ്പോഴൊക്കെ കുഞ്ഞിനുണ്ടാകുന്ന വേദന അത് സഹിച്ചേ മതിയാകും. എന്നാലും പിടിവിടില്ല. ചിലപ്പോൾ അമ്മ താഴെ പോയെന്ന് വരും, വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ. അപ്പോഴും പിടിവിടില്ല. ഇതുപോലെയുള്ള സഹനങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. ഭാരതീയ പാരമ്പര്യത്തിൽ ഇതിന് പറയുന്ന പേര് മാർജാര മാർഗമെന്നും മർക്കട മാർഗമെന്നുമാണ്. ആദ്യത്തേത് പൂച്ച കൊണ്ടുപോകുന്നതിനെയാണ് മാർജാരൻ, പൂച്ചയാണ്, പൂച്ചയുടെ മാർഗം. രണ്ടാമത്തതാണ് കുരങ്ങിൻ്റെ മാർഗം, അത് മർക്കട മാർഗമാണ്. ഇങ്ങനെ നമ്മൾ ഈശോയുടെ കയ്യിലും നെഞ്ചത്തുമൊക്കെ അള്ളിപ്പിടിച്ച് കിടന്നെങ്കിൽ മാത്രമേ അവിടുന്ന് കുരിശിൽ കയറുമ്പോഴും അവിടുന്ന് ആ കുരിശ് ചുമക്കേണ്ടി വരുന്ന അവസരത്തിലുമെല്ലാം ഉണ്ടാകുന്ന ആ പ്രയാസങ്ങൾ നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തെ രക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം പരാതി കൂടാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ്, ഈശോയുടെ വഴി ഇതാണെന്ന് മനസ്സിലാക്കി ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് അത് കണ്ടിട്ട് മറ്റുള്ളവരും ഈ വഴിയിലേക്ക് വരികയും
ഈ ലോകത്തിന് രക്ഷ കൈവരുകയും ചെയ്യുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ദൈവം വൈകുന്നേരമായപ്പോൾ വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിൽ നടക്കാനിറങ്ങുകയും ആദത്തെയും ഹവ്വായൊക്കെ വിളിക്കുന്ന രംഗമാണ്. നിങ്ങൾക്കറിയാമത്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവൻ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആ കാര്യം നിങ്ങൾക്കറിയാം. അത് മുഴുവൻ വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളതൊന്ന് വായിച്ചാൽ മതി. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിൻ്റെ ഗർഭാരിഷ്ഠതയിൽ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ നീ കഠിനാധ്വാനം കൊണ്ട് അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികൾ നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ചുരുക്കത്തിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കണം. ഈ ദൈവം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ആ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന്. അതിൽ നിന്ന് തീറ്റിക്കാനായിട്ട് പുറമേയുള്ള ചില ശക്തികൾ വന്ന് അവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ദൈവത്തോട് നിരന്തരമായിട്ട് അടുത്ത് നിന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ട് പ്രതിധ്വനിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താണ്? മറ്റുള്ളവരുടെ വചനങ്ങൾ പ്രതിധ്വനിക്കും, മറ്റുള്ളവരുടെ സ്വാധീനം നമ്മളിലുണ്ടാകും. അങ്ങനെ നമ്മൾ വഴിതെറ്റിപ്പോകും, ഈശോയുടെ കൈവിട്ടു പോകും. നമ്മൾ പിന്നെ ചെന്ന് വീഴുന്നത് വലിയ ഗർത്തത്തിലായിരിക്കും. എന്തു പറ്റി ആദത്തിനും ഹവ്വായിക്കും? ഹവ്വായോട് പറഞ്ഞു, നീ വേദനിച്ച് കുട്ടികളെ പ്രസവിക്കും. വേദനയില്ലാതെ പ്രസവമില്ല, അത് നമുക്കറിയാം. അത് പാപത്തിന് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഈ വേദന എന്ന് പറയുന്നത് നമുക്ക് ഈ വലിയ മാനസിക പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമായി മാറുന്നു. അതാണ് പ്രശ്നം. ആദ്യം പാപത്തിന് മുമ്പ് ഇതെല്ലാം നോർമലായിരുന്നു, അതൊരു നോർമൽ പ്രക്രിയ, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് വന്നപ്പോഴാണത് വലിയ ബുദ്ധിമുട്ടേറിയ പ്രശ്നമായി മാറുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതെല്ലാം ബുദ്ധിമുട്ടേറിയ കാര്യമാകുന്നു. അവരെ വളർത്തുന്ന വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാകുന്നു. അതല്ലേ നമ്മൾ പറയുന്നത്, കുട്ടികൾ കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതിങ്ങനെ ആര് പഠിപ്പിക്കും? എങ്ങനെ പഠിപ്പിക്കും? കാശുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നു. അതിനു മുമ്പായിരുന്നെങ്കിൽ അത് ഉന്നയിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ സ്ത്രീയോട് പറയുന്ന ഇതാണ്, നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അവസാനം നിനക്ക് പുരുഷനോട് അഭിലാഷമുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആരും പുരുഷനോട് ചേരാതിരിക്കുന്നില്ല. അങ്ങനെയല്ല സ്ത്രീയോട് പറഞ്ഞു. പിന്നെ പുരുഷനോട് പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അതായത് ഈ പാപം നിറഞ്ഞ മനുഷ്യൻ, തിന്മ നിറഞ്ഞ മനുഷ്യൻ, ദൈവത്തിൽ നിന്നകുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഈ ഭൂമിയെ തന്നെ ശപിക്കപ്പെട്ടതാക്കും. ദൈവം സൃഷ്ടിച്ച നല്ല രീതിയിലാണ്. നമുക്കറിയാം ആരാണ് ഈ ഭൂമിയെ ചീത്തയാക്കിയത്. ഇവിടെ മുഴുവൻ ഈ രാസവസ്തുക്കൾ കൊണ്ട് നിറച്ചത് ആരാണ്? കാർബൺ മോണോക്സൈഡും ഡയോക്സൈഡും കൊണ്ട് നിറച്ചത് ആരാണ്? ആരാണ് ഈ ഓസോൺ പാളി കീറിപ്പോകാനായിട്ട് ഇടവരുത്തിയത് ആരാണ്? അതുപോലെ നമ്മുടെ ഈ പറയുന്ന കോവിഡ് കാലത്തെ ആ വൈറസ്, അത് ആരുടെ പ്രശ്നം മൂലമാണ് ഉണ്ടായത്? ഇതെല്ലാം നമ്മുടെ പ്രശ്നം മൂലമാണ്. അതുകൊണ്ട് ഈ പാപിയായ മനുഷ്യൻ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകാതെ വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകാതെ വരുമ്പോൾ പിന്നെ ചെയ്യുന്നതെല്ലാം കേവലം മാനുഷികമായി മാറുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് വായിക്കാൻ പോലും മനുഷ്യർക്ക് പ്രയാസമാണ്, അല്ലെങ്കിൽ വലിയ മടിയാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, നിരന്തരമായിട്ട് നിങ്ങൾ വായിക്കുക. വായനയൊക്കെ വളരെ ചുരുക്കമാണ്, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ്. അപ്പോൾ ദൈവം ഇപ്രകാരം എങ്കിലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ നിന്നൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ അവസാനം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടോ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടെ കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തെയും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായൊരു വാളും അവിടെ സ്ഥാപിച്ചു. ജീവൻ്റെ വൃക്ഷം എന്താണത്? അതായത് ഈ ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു.
ആ ജീവൻ വീണ്ടെടുക്കാനുള്ളത് ഒരു മരത്തിൽ നിന്നാണ്. ആ മരം അങ്ങോട്ടുള്ള വഴി ദൈവം അടച്ചു. കാരണം പാപിയായൊരു മനുഷ്യൻ നിത്യജീവിതത്തിന് ഉടമയായി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നരകമായി മാറും. അതുകൊണ്ട് അവനെ രക്ഷിച്ച ശേഷം മതി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഇനി തിന്നാൻ. നിങ്ങൾ ഈ ക്രിസ്മസിലൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കാറുണ്ടല്ലോ, അതിൽ ആപ്പിൾ രൂപത്തിലുള്ള കുറേ ഗോളങ്ങളൊക്കെ ഇട്ട് തൂക്കുക. എന്താണ് ഇതിനർത്ഥം? ഈ പറഞ്ഞ ജീവൻ്റെ വൃക്ഷമാണ് ഈ കിടക്കുന്ന ഉണ്ണിയേശു എന്നായി പറയുന്നത്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. അവനെ നിങ്ങൾ തിന്നുക. അവനെ തിന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ദൈവിക ജീവൻ ഉണ്ടാകും. നിങ്ങൾ അമർത്യരായി മാറുമെന്നാണ് പറഞ്ഞത്. നമ്മളതാണല്ലോ വിശുദ്ധ കുർബാനയിൽ ആ ഈശോയാകുന്ന നിത്യജീവൻ്റെ പഴം നമ്മൾ തിന്നുകയാണ്. കേവലം കടയിൽ നിന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ മേടിച്ചുകൊണ്ട് വെക്കുക, അത് വേറെ പ്രശ്നം, ക്രിസ്മസ് ട്രീ ആയിട്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ്, യഥാർത്ഥത്തിലുള്ള ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലമാണ് ഈ കിടക്കുന്നത്. മാത്രമല്ല വെളിപാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയും ഈ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച്. നിങ്ങളത് വായിച്ച് നോക്കുക. രണ്ടാമത്തെ വായന വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. സിംഹാസനത്തിൻ്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായൊരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ. ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? യഥാർത്ഥത്തിൽ ഈ സപ്തമുദ്ര എന്താണത്? ദൈവത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ് ഈ പറയുന്നത്. സപ്തം എന്ന് പറഞ്ഞാൽ 7ആണ്. 7 പറയുമ്പോൾ നമുക്കറിയാം അത് പൂർണ്ണതയാണ് യഹൂദനെ സംബന്ധിച്ച്. ആ പൂർണ്ണമായിട്ടുള്ള മുദ്ര പൊട്ടിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ആ രഹസ്യം വെളിപ്പെടുത്താനായിട്ട് ആർക്കാണ് കഴിയുക? അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹം. ഈശോ പിറന്നത് യൂദായുടെ വംശത്തിൽ നിന്നാണ്, യാക്കോബിൻ്റെ മകനായ യൂദായുടെ വംശം. അതുപോലെ തന്നെ ദാവീദിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ ആ ജസ്സയുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ജസ്സയിൽ നിന്നൊരു മുള വരും എന്നാണ് പറഞ്ഞത്. അത് ജസ്സയും ദാവീദും ഒക്കെ ഈ യൂദാ വംശത്തിൽപ്പെട്ടവരാണ്. അവിടെ നിന്നാണ് ഈശോ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നവന് ഈ ചുരുൾ നിവർത്താനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എല്ലാ രഹസ്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനുള്ള കഴിവുണ്ടോ എന്നർത്ഥം. നമ്മൾ പേടിക്കരുത്. അതുപോലെ ശക്തിയുള്ള ഒരു വ്യക്തിയില്ല വേറെ. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സർവ്വശക്തനാണ്. നമ്മൾ പേടിക്കരുത്. ഇതിൻ്റെ ഒന്നും പുറകെ പോകരുതെന്നർത്ഥം. അവിടെ ഇവിടെ മന്ത്രവാദത്തിനും അല്ലെങ്കിൽ കൂടോത്രത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. അതിനൊന്നും നമ്മുടെ ദൈവത്തിൻ്റെ അത്ര ശക്തിയില്ല. നമുക്കറിയാം അതെല്ലാം മാനുഷികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ മുദ്ര പൊട്ടിക്കാനായിട്ട് ആർക്കാണ് യോഗ്യതയുള്ളത്? നമ്മുടെ ഈശോയ്ക്ക് മാത്രമാണ്. ആ ഈശോയ്ക്ക് മാത്രമാണ് നമ്മുടെ ജീവിത രഹസ്യം നമുക്ക് പറഞ്ഞു തരാൻ കഴിയുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അവിടുത്തോട് ചോദിക്കുക, അവിടുന്ന് ഉത്തരം തരും അവിടുത്തെ വചനത്തിലൂടെ. സുവിശേഷം, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26-38 വാക്യങ്ങളാണ്. അവിടെ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. പിന്നെയൊക്കെ നമുക്കറിയാം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. ആദ്യം പറഞ്ഞെന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പിന്നെ പറയുന്നു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കുന്നൊക്കെ പറയുകയാണ്. അവസാനം ഇതെങ്ങനെ അറിയുക? ഇതെങ്ങനെ സംഭവിക്കുക? ഞാൻ അങ്ങനെ കല്യാണം മുഴുവനായിട്ടില്ലല്ലോ, അത് ഒത്തുകല്യാണമൊക്കെ ആയിട്ടേ ഉള്ളൂ, ഞാൻ പുരുഷനോട് കൂടി ജീവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാവുക? അപ്പോൾ ദൂതൻ പറഞ്ഞു, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കും. അങ്ങനെയാണ് നീ ഗർഭിണിയാവുന്നല്ലാതെ ഒരു പുരുഷനിൽ നിന്നല്ല, മനുഷ്യനിൽ നിന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ യേശു പിതാവിനെ വളർത്തു പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും? അവനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നിട്ട് പറയുകയാണ്. ഇതൊന്നും ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളല്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ മറിയം പറഞ്ഞു, ഇതാ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, എനിക്കതിൽ കൂടെ ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഒരു സബ്മിഷനല്ലേ, വിധേയത്വം, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ ഒരു ഉണ്ണിയേശുവിൻ്റെ രൂപം നമ്മുടെ വയറ്റിലുണ്ടാകുന്നു എന്നുള്ളതാണ്. അതല്ല, അതിലുപരിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈശോയുടെ ചൈതന്യം, ആ ദൈവിക ചൈതന്യം, ആ കാര്യം നമ്മളിൽ പൂർണ്ണമാവുക, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് ഈശോ നമ്മൾ ജനിക്കുന്നത്. ജനിച്ചാൽ പോരല്ലോ, പിന്നെ അങ്ങോട്ട് വളരുന്ന ഈശോ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ആ ഈശോ ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രവൃത്തിയായി മാറണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ഈശോയുടെ പ്രവൃത്തിയായി മാറണ്ടേ? അപ്പോൾ മാത്രമേ ഈശോ ജനിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ജന്മദിനം ജനിച്ചു എന്നതുകൊണ്ടല്ലല്ലോ.
ജനിച്ച് പിന്നെ വളർന്ന് ആ കുട്ടി ഒരു യഥാർത്ഥ വ്യക്തിയായി മാറി ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നതല്ലേ, ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് ജീവിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതം ആഘോഷിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈശോ ജനിച്ചു കഴിഞ്ഞാലും അതവിടെ വളരണം, ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ അവൻ്റെ മരണത്തിൽ കുറവുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നത്. എല്ലാവർക്കും നന്മ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.